നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിട്ടും ഇന്നിപ്പോ 3 ദിവസം കഴിഞ്ഞിട്ടും കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത സംഭവമായി മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം തന്നെയാണ് കോൺഗ്രസിൽ ഇപ്പോഴും തുടരുന്നത് എന്നുള്ളതാണ് പറയാൻ കഴിയുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് AICC വർക്കിംഗ് ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലും മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും UDF-നെ ഭരണത്തിലേക്ക് എത്തിക്കുന്നതിന് നിർണായകമായ പങ്കുവഹിച്ച VD സതീശനും തമ്മിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വടംവലി നടക്കുന്നത് എന്നാണ് പ്രത്യക്ഷ ഉദാഹരണങ്ങളായി നമ്മുടെ മുന്നിലുള്ളത്. എന്നാൽ 52 MLA-മാരുടെ പിൻബലം തനിക്കുണ്ട് എന്നാണ് KC വേണുഗോപാലിന്റെ ക്യാമ്പ് അവകാശപ്പെടുന്നത്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം. കേരളത്തിൽ 2026 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫണ്ട് കണ്ടെത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ KC വേണുഗോപാലാണ് നടത്തിയത്. പ്രവർത്തന പരിചയമുള്ള നേതാവാണ്. അതുകൊണ്ട് KC വേണുഗോപാലിനെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കണം എന്നാണ് KC പക്ഷം അവകാശപ്പെടുന്നത്. എന്നാൽ MP ആയ കേരളത്തിൽ MLA ആയി മത്സരിക്കാത്ത, നിയമസഭയിലേക്ക് മത്സരിക്കാത്ത KC വേണുഗോപാലിനെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെട്ടിയിറക്കി കൊണ്ടുവരേണ്ടതില്ല എന്ന് തന്നെയാണ് മറ്റ് 2 ക്യാമ്പുകളും അവകാശപ്പെടുന്നത്, പരാതിയായി പറയുന്നു. രമേശ് ചെന്നിത്തലയ്ക്കാണ് സീനിയോറിറ്റി കൂടുതലുള്ളത്. അദ്ദേഹം ശാന്തസ്വരൂപനാണ്. മറ്റ് എല്ലാ ഘടകകക്ഷികളോടും മാന്യമായി പെരുമാറുന്നയാളാണ്, ശാന്തശീലനാണ്, പ്രവൃത്തി പരിചയമുണ്ട്. പ്രതിപക്ഷ നേതാവ്, ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നിങ്ങനെ നിരവധി മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല തന്നെയായിരിക്കണം മുഖ്യമന്ത്രി എന്ന് രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പ് അവകാശപ്പെടുന്നു. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ, അതായത് 10 വർഷത്തെ പിണറായി വിജയന്റെ കിരാത ഭരണത്തിന് കീഴിൽ അമർന്നു കിടന്ന കേരളത്തിലെ UDF-നെയും കോൺഗ്രസിനെയും വീണ്ടും ഭരണത്തിലേക്ക് കൊണ്ടുവരുന്നതിന് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ഐതിഹാസികമായ പോരാട്ടം തന്നെയാണ് ഇന്നിപ്പോൾ 102 സീറ്റോടുകൂടി UDF-നെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രാപ്തമായ നീക്കങ്ങൾ നടത്തിയത്, സമര പോരാട്ടം നടത്തിയത് എന്നാണ് VD സതീശന്റെ ക്യാമ്പുകൾ അവകാശപ്പെടുന്നത്. KC വേണുഗോപാലിനെ അപേക്ഷിച്ച്, രമേശ് ചെന്നിത്തലയെ അപേക്ഷിച്ച് പ്രായത്തിൽ ജൂനിയറാണ് എന്നുണ്ടെങ്കിലും, പ്രായമോ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥാനങ്ങളിൽ ഇരുന്ന് പ്രവർത്തിച്ച പ്രവർത്തന പരിചയമോ അല്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടത് എന്നുള്ളതാണ് VD സതീശന്റെ ക്യാമ്പും പറയുന്നത്. മാത്രമല്ല, കേരളത്തിലെ പൊതുജനവികാരം VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണം എന്ന് തന്നെയാണ്. അതുകൊണ്ട് VD സതീശൻ മുഖ്യമന്ത്രി ആകണം എന്ന് VD സതീശന്റെ ക്യാമ്പും പറയുന്നു. ഫലത്തിൽ ഈ തർക്കം തന്നെയാണ് കോൺഗ്രസിലെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ സാധിക്കാതെ പോയത്. ഹൈക്കമാൻഡ് വക്താക്കളും കോൺഗ്രസ് നിരീക്ഷകരുമെല്ലാം കേരളത്തിൽ ഇപ്പോഴുണ്ട്. കേരളത്തിൽ ജയിച്ചു കയറിയ ഓരോ MLA-മാരും പ്രത്യേകം അവർ കൂടിക്കാഴ്ച നടത്തുന്നു, അഭിപ്രായങ്ങൾ ആരായുന്നു. കൂടാതെ ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങളും ആരായുന്നു. മുസ്ലിം ലീഗ് നേരത്തെ തന്നെ VD സതീശൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ അതായിരിക്കും കൂടുതൽ ഉചിതം, കാരണം ജനകീയ സ്വീകാര്യതയുള്ള നേതാക്കളായിരിക്കണം മുഖ്യമന്ത്രി ആകേണ്ടത് എന്ന് മുസ്ലിം ലീഗ് നേരത്തെ തന്നെ തുറന്നടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഈ സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുമ്പോൾ VD സതീശന് ഏകകണ്ഠമായി ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ മുസ്ലിം ലീഗിനും സാധിക്കില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യത്തിൽ കയറി അഭിപ്രായം പറയാൻ മുസ്ലിം ലീഗിന് എന്താണ് അവകാശം എന്ന് മാത്യു കുഴൽനാടൻ MLA-യും തുറന്നു ചോദിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ്സുകാർ ഇടപെടാറില്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ് മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ളത്. അതിൽ മുസ്ലിം ലീഗ് എന്ന ഘടകകക്ഷി അഭിപ്രായം പറയേണ്ട എന്ന് മാത്യു കുഴൽനാടൻ പറയുമ്പോൾ KC വേണുഗോപാൽ പക്ഷത്തിന്റെ വക്താവായി തന്നെയാണ് മാത്യു കുഴൽനാടൻ അത്തരത്തിൽ പറയുന്നത്. എന്നാൽ 52 MLA-മാരുടെ പിൻബലം തനിക്കുണ്ട് എന്ന് KC വേണുഗോപാൽ അവകാശപ്പെടുമ്പോൾ 35 MLA-മാരുടെ പിൻബലം തനിക്കുണ്ട് എന്ന് VD സതീശനും പറയുന്നു. 25 MLA-മാരുടെ പിൻബലമാണ് തനിക്കുള്ളതെന്ന് രമേശ് ചെന്നിത്തലയും പറയുമ്പോൾ, മുഖ്യമന്ത്രി സ്ഥാനമല്ല മറ്റേതെങ്കിലും സ്ഥാനം തന്ന് തന്നെ മൂലക്കിരുത്താൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് നടക്കില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞ യാതൊരു പദവിയും താൻ സ്വീകരിക്കുന്നതല്ല എന്ന് VD സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നു. നാളിതുവരെയും മുഖ്യമന്ത്രി പോരാട്ടത്തിൽ അതിന്റെ തർക്ക വിതർക്കങ്ങളിൽ VD സതീശൻ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നിപ്പോൾ അദ്ദേഹം തീർത്തു പറഞ്ഞിരിക്കുന്നു, ലീഡർ എന്ന സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ള 1-ാം നമ്പർ സീറ്റിൽ തന്നെ ഇരുത്താം എന്നുണ്ടെങ്കിൽ മാത്രം UDF-ന്റെ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ താൻ ഏറ്റെടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ താൻ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നുള്ള കടുത്ത തീരുമാനമാണ് VD സതീശൻ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് VD സതീശൻ പിണങ്ങിപ്പിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ UDF ഈ കഴിഞ്ഞ 10 വർഷം എങ്ങനെയായിരുന്നു നിലകൊണ്ടിരുന്നത് അതേ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തും. ഇപ്പോൾ
മൃതപ്രായമായിരുന്ന UDF-നെയും കോൺഗ്രസിനെയും ഭരണത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വി ഡി സതീശൻ പ്രയത്നിച്ച പ്രയത്നങ്ങളെല്ലാം വൃഥാവിലാകുന്ന തരത്തിൽ വി ഡി സതീശനെ നിരാശയിലേക്ക് ആഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ മാനിക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനങ്ങൾ നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി പദം മറ്റാർക്കെങ്കിലും വച്ചു നീട്ടുകയാണെങ്കിൽ ഹൈക്കമാൻഡിന് അത് വലിയ തിരിച്ചടിയായിരിക്കും എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും അതുപോലെ പൊതുജനങ്ങളും അഭിപ്രായപ്പെടുന്നു. എന്നാൽ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള ഈ 3 പേരുടെയും ചക്കളത്തി പോരാട്ടങ്ങൾ അവസാനിക്കാത്തതിന്റെ പേരിൽ ഹൈക്കമാൻഡിന് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. തത്വത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത കോൺഗ്രസിന്റെ അണികൾക്കും പ്രവർത്തകർക്കും കോൺഗ്രസ് വിശ്വാസികളല്ലാത്ത നിഷ്പക്ഷരായ ആളുകളെയും അവഹേളിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് മുറുകുന്ന മുഖ്യമന്ത്രി തർക്ക വിതർക്കങ്ങൾ. വി ഡി സതീശൻ വ്യക്തമാക്കി കഴിഞ്ഞു, മുഖ്യമന്ത്രി സ്ഥാനമല്ലാതെ മറ്റേതെങ്കിലും സ്ഥാനം കൊണ്ട് തന്നെ തൃപ്തിപ്പെടുത്താമെന്ന് ആരും കരുതണ്ട. താൻ അതിന് തയ്യാറല്ല. മുഖ്യമന്ത്രി പദത്തിലേക്ക് അല്ല എന്നുണ്ടെങ്കിൽ അധികാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് താനില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് ഏതായാലും ഞായറാഴ്ച വരെയെങ്കിലും കാത്തിരിക്കേണ്ടതായി വരും എന്നുള്ളതാണ് ഇതുവരെ നടന്ന സംഭവ വികാസങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.